ലീഡർ കൂടിയായിട്ടുള്ള ഷൈൻ പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നല്ലതായിരിക്കും. നല്ലൊരു ഇനിഷ്യേറ്റീവാണ് യുസൈനെ സംബന്ധിച്ചിടത്തോളം. നല്ലൊരു കായിക അവബോധം നമ്മുടെ നാടിന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഈ ഇനിഷ്യേറ്റീവ് വളരെ നന്നായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല സ്റ്റേ ടു നോ ഡ്രഗ്സ് എന്നുള്ള ക്യാമ്പയിനും അതോടൊപ്പം തന്നെ നല്ല പാർട്ടിസിപ്പേഷൻ വളരെ നന്നായിരിക്കും. നല്ലൊരു സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് ഇതുവഴി നൽകാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫിറ്റ്നസ് എന്നുള്ള നിലയിലും ഭയങ്കരമായിട്ട് ആളുകൾ മാരത്തൺ ഓടുന്നുണ്ട്. അതുപോലെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു കമ്മ്യൂണിക്കേഷൻ, ഇവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പും ഒരു നല്ല വൈബും ഒക്കെ സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഒരു എന്താ പറയുക, ജീവിതശൈലി രോഗങ്ങളെയൊക്കെ ചേർത്ത് നിൽക്കാനൊക്കെയുള്ള ഒരു ശ്രമം കൂടിയിട്ടാണ്. ഒരു നല്ലൊരു കൂട്ടായ്മയാണല്ലോ ഇത്. നമുക്ക് എല്ലാ മാരത്തോണുകളിലും നമ്മൾ കാണുന്നത് പാർട്ടിസിപ്പേഷൻ കൂടി വരുന്നതിന്റെയാണ്. അതൊരു സന്തോഷമാണ്. ഒരു മാരത്തോണിൽ പങ്കെടുക്കാൻ കുടുംബമായിട്ട് വരിക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പൊ ഏറ്റവും എല്ലാ മാരത്തോണുകളും ഏറ്റവും മികച്ച നല്ലൊരു സന്ദേശം നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും നൽകാനും നല്ലൊരു ആരോഗ്യ ബോധവൽക്കരണമൊക്കെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഏജൻസീസിന്റെ ഭാഗത്തുനിന്നും എന്താണ് മൊത്തത്തിലൊരു സന്ദേശം എന്നുള്ള നിലയിൽ മാരത്തൺ ഓടുന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും ഒരു പ്രചോദനം എന്നുള്ള നിലയിൽ എന്താ പറയാ? തീർച്ചയായും പിട്ടാപ്പിളി ഏജൻസീസ് ഇതിന്റെ മുഖ്യ പ്രായോജകരാണ്. പിട്ടാപ്പിളി ഏജൻസീസ് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിട്ടാപ്പിളി ഏജൻസി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന നിലയിലാണ് പിട്ടാപ്പിളി ഏജൻസീസും ഇതിന്റെ ഭാഗമായത്. അദ്ദേഹം പിട്ടാപ്പിളി ഏജൻസീസിന്റെ ഹോൾ മീഡിയ ലീഡർ കൂടിയാണ്. അദ്ദേഹം നമുക്ക് മനസ്സിലായതുപോലെ തന്നെ ഈ മാരത്തൺ ഒരു വലിയ കൂട്ടായ്മയാണ്. ഇതിലൂടെ ഓടുന്ന ആളുകൾ തന്നെ നമുക്ക് ഇവിടെ വന്ന് ഉണ്ടാക്കിയ കൂട്ടായ്മ വേറെയാണ്. ഹലോ ഹലോ മലയാളി, എന്റെ പേര് അബ്രിയേൽ. ഓടിയ എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. നന്നായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഒരു ഇതാണ്. 5 കിലോമീറ്ററിനാണ് ഇത് ചെയ്തത്. പക്ഷെ നല്ല ഒരു ചെയ്യാൻ പറ്റും. നല്ല കോർഡിനേഷൻ, എല്ലാ കാര്യങ്ങളെല്ലാം ക്ലിയറാണ്. ആദ്യമായിട്ടാണോ? അതെ, ഫസ്റ്റ് ടൈമാണ്. ഞാനിവിടെ പോലീസിൽ വർക്ക് ചെയ്യാം. ഇവിടെ തന്നെയുണ്ട്. എവിടെ സ്വദേശം? ട്രാഫിക്കിൽ. സ്വദേശം എവിടെയാ? പുനലൂരാണ്. ഗിരീഷ് കൃഷ്ണൻ. അതെ, പോലീസുകാരുണ്ട്, പട്ടാളക്കാരുണ്ട്. ഇപ്പൊ നമ്മള് ചെയ്ത നേവിയിലെ ആളാണ്. ഒന്നാമത്തെ സ്ഥാനത്ത് 5 കിലോമീറ്റർ. നമ്മള് ഇവിടെ ഒരു ഹലോ എങ്ങനെയായിരുന്നു? നന്നായിരുന്നു. ഞങ്ങൾ 10 കിലോമീറ്റർ അതിന്റെ ഇടയ്ക്ക് ഓടാറുണ്ട്. ഞങ്ങള് റെഗുലറായിട്ട് സ്റ്റേഡിയത്തിൽ ഓടുന്നവരാണ്. ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഓടുന്നവരാണ്. മൊത്തത്തിലൊരു വൈബ് ഉണ്ടല്ലോ. അതായത് മാരത്തണിന് സ്ഥിരമായി ഓടുന്ന ആളുകൾ, അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിറ്റി, ആ ഒരു കമ്മ്യൂണിറ്റി വൈബാണ് ഇതിന് മെയിനായിട്ടുള്ളത്. ഭയങ്കര രസമാണ്. രാവിലെ ഒരു ഉത്സാഹമായിട്ട് ഇറങ്ങാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകാനും ഇവിടെ വന്ന് ഇതിൽ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര രസമാണ്. വാക്കത്തോണുകളൊക്കെ രാവിലെ മിക്കവാറും സംഘടിപ്പിക്കും. വാക്കത്തോൺ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങൾ മാരത്തോണാണ് ഓടാറ്. ഞാനിങ്ങനെ കൊച്ചിയിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ആളുകളിങ്ങനെ ഹെൽത്തി ആയിട്ട് ഭയങ്കര ഹെൽത്തിയർ ഓപ്ഷൻസ് ഒക്കെ ചെയ്യാൻ. ഈ ഇടയ്ക്ക് ഒരു വിഭാഗം ആളുകൾ ഒന്നുകിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ഒന്നും ചെയ്യാതെ നടക്കുന്നവർ. ഞങ്ങളിതില് ആദ്യം പറഞ്ഞ വിഭാഗത്തിലുള്ള പെട്ടവരാണ്. ഞങ്ങൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ വളരെ ഊർജ്ജസ്വലരായിട്ട് ഓടാനും നടക്കാനും ഒക്കെ പോകുന്നവർ. ഡെയിലി മിനിമം 6-7 കിലോമീറ്റർ ഞങ്ങൾ ഓടാറോ നടക്കാറുണ്ട്. അടിപൊളി. ഞങ്ങള് സ്റ്റേഡിയത്തിൽ ഓടാറുണ്ട് സ്ഥിരം. എല്ലാവരും താങ്ക് യു. അതായത് ഇപ്പൊ ഈ പറഞ്ഞ ടീമിന്റെ ഒപ്പം ഉള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ ടീമിന്റെ ഒപ്പം ഉള്ളതാണ്. അതെ സ്റ്റേഡിയം ഹാപ്പിയാണ്. നന്നായിരുന്നു. സ്ഥിരം ഓടുന്നതാണ്. എത്ര നാളായി? 4 years ആയിട്ട് ഓടിക്കൊണ്ട്. ഭയങ്കരമായിട്ട് ഹെൽത്ത് വൈസ് ഭയങ്കരമായ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെ സ്റ്റേഡിയത്തിലുള്ളത്. ഞങ്ങൾ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആണ്. നമ്മള് മാരത്തൺ ഓടി കുറച്ച് ആളുകൾ, അതായത് 5 കിലോമീറ്ററും 1 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ഓടിയവരൊക്കെ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളോടൊപ്പം ആയുർവേദ ഡോക്ടറാണ്. നമ്മുടെ പേരെങ്ങനെയാ? നിമിഷ. സ്ഥിരമായിട്ട് ഓടാറുണ്ടോ? ഓടാറുണ്ട്. കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ഇങ്ങനെ ഹെൽത്ത് വൈസ് ഹെൽത്തിയർ ഓപ്ഷൻസ് ചെയ്യുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടല്ലേ? അതെ. നല്ലൊരു കമ്മ്യൂണിറ്റി തന്നെ. നല്ലതാണ്. സജസ്റ്റ് ചെയ്യാറുണ്ടോ പൊതുവെ? ഓൾവേസ്. ഞാൻ ചോദിക്കുന്നതല്ല, എത്ര കിലോമീറ്റർ ഓടിയേ? 5. നോർമലി ലേഡീസും മാരത്തൺ ഓടാൻ വേണ്ടി
ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സൂപ്പറാണ്. ഇത് തന്നെയാണ് പ്രധാനമായും ആരോഗ്യം. അത് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ രാവിലെ മുതൽ നമ്മൾ 5 മണി മുതൽ ഇവിടുന്ന് മാരത്തൺ ഓടുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അതായത് ഒരു ടീമിനെ ഉണ്ടാക്കി ആ ടീം തന്നെ നമ്മളുടെ അടുത്ത് വന്നിട്ട് ചെയ്യാം. നമ്മള് ഒരു ടീം തന്നെ ഉണ്ടാക്കി ആ ടീം ബേസ് ചെയ്തിട്ടൊക്കെ ഓടുന്ന ആളുകൾ ഓടിയിട്ട് നമുക്കിപ്പോ കാണാം ചില ആളുകൾക്കൊക്കെ ചില ഇഞ്ചുറീസൊക്കെ പറ്റിയിട്ടുണ്ട്. ചെറിയ തോതിൽ അവര് വാമപ്പിന്റെ ഭാഗമായിട്ടും ഓടിയതിന്റെ ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായവരും അല്ലെങ്കിൽ കാലുവേദനയൊക്കെ ഉണ്ടായവരൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പൊ എന്തായാലും നമുക്ക് ഈ മാരത്തണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകൾ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു സൗഹൃദം. ഇത് ഒരു തവണ വന്നു തന്നെ 1-2 പേര് പറഞ്ഞത് അങ്ങനെയാണ്. ഒരു തവണ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നീട് നമ്മൾ ആ ഒരു ഇതിലേക്ക് എൻട്രി ചെയ്യാൻ എളുപ്പമാണ്. അതായത് പിന്നീട് അതിനെപ്പറ്റി അത് വിട്ടുപോകുന്ന ഒരു കാര്യത്തെപ്പറ്റി അവര് ഇത് ചെയ്യില്ല, ചിന്തിക്കില്ല എന്നുള്ളത് വേണം പറയാൻ. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഈ 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഹലോ, ഓടിയുണ്ടോ? ഓടിയുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയ? 3 കിലോമീറ്റർ ഓടി. 3 കിലോമീറ്റർ ഓടി. അതേതാണോ നേരത്തെ ഓടാറുണ്ടോ? ഞാൻ തനിയായിട്ട് ഓടി. ആണോ? ഓടാറുണ്ടോ? മുൻപ് ഓടിയിട്ടുണ്ടോ? എന്റെ പേരെന്താ? മുകേഷ്. ഓക്കെ. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ കൂട്ടത്തില്? ഇല്ല. ഇല്ല. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. എന്ത് പറയുന്നു? എത്ര കിലോമീറ്റർ ഓടി? 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ. അതേതാണോ ഓടുന്നത്? ഞാനല്ല, ഞാൻ 10 ഓടാറ്. ഇപ്രാവശ്യം 5 കൊറേ ഇപ്പൊ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഓടിയിട്ട് കൊറേ. അപ്പൊ സ്റ്റാർട്ടിങ് 10 കൊടുത്താൽ ചിലപ്പം ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എന്നാലും ഒരു പാടുണ്ട്. ഇഞ്ചുറിയൊന്നും ആയില്ലല്ലോ? ഇല്ല, ഇഞ്ചറി വന്നില്ല. എന്റെ പേരെന്താ? ഇഷാൻ. ഏത് ക്ലാസ്സില്? ഞാൻ ഇപ്പൊ 10th പഠിച്ചോണ്ട്. ഹലോ, എന്റെ പേര്? അവിടെ സ്ഥിരമായി ഓടുന്ന ആളാണോ? ഇല്ല, വല്ലപ്പോഴും. വല്ലപ്പോഴും. എന്നാലും മാരത്തൺ ഓടാറുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയത്? 5. അതേതാണോ? അപ്പൊ നമുക്ക് എന്താണ് പറയാനുള്ളത്? അതായത് 2 കാര്യങ്ങളുണ്ട് ഞാൻ കേട്ടെടുത്തോളം. ഒന്ന് ഹെൽത്തി ഓപ്ഷനാണ്, പിന്നെ ഒന്നൊരു കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്, സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഇതിൽ ഏതാണ് കൂടുതലായിട്ട്? രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്കൊരു ഹെൽത്ത് ആയിട്ടുള്ള ഹാബിറ്റ് ശീലിച്ചു കൊടുക്കണോടൊപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റിയും കൂടി കിട്ടണം. അപ്പൊ രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചുകൂടെ ഒരു യൂത്ത് കുറച്ചുകൂടെ ഹെൽത്ത് പ്രിഫറബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇത്രയും പേര് ഇവിടെ ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ്ലി എല്ലാവരും 20s 25 ആ റേഞ്ചിലുള്ളവരാണ് കണ്ടിട്ട്. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടും ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, ഇത് നമുക്ക് അറിയാം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ 20-25 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ കൂടുതലുണ്ടെങ്കിലും ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള അവരല്ല നോക്കുന്നത്. ഗ്രൂപ്പ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഇതിനെപ്പറ്റി ഹെൽത്തിയർ ഇതിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു കൂടെ ഓടാൻ മറ്റുള്ളവരുണ്ടാവുന്ന ഒരു എനർജി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ കൂടുതൽ എന്ന് പറഞ്ഞാലും ഹെൽത്ത് തന്നെയാണ്, ആരോഗ്യം തന്നെയാണ് പ്രധാനം. അതിലേക്ക് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിൽ ഈ ഒരു സ്ഥിരം കാഴ്ചയാണ്. കാരണം രാവിലെ റോഡിലിറങ്ങിയാൽ തന്നെ ഒരു കൂട്ടം ആളുകളുണ്ടാവും. നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര ആളുകളുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട്. അതായത് ഓടാനോ നടക്കാനോ അല്ലെങ്കിൽ മറ്റ് എക്സസൈസുകളോ ജിമ്മുകളിലോ ഒക്കെ വരുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഇത് കൊച്ചിയിൽ മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. എന്നിരുന്നാലും രാവിലെ ഏർലി മോർണിംഗിൽ കൊച്ചിയിൽ അങ്ങനത്തെ ഒരു വൈബ് നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.